खुदा है ये इस दीवाने की मौत भी ना जिसे रोक पाएगी। ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. സ്ലോ പേസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. കുറച്ച് കഴിഞ്ഞു അപ്പോൾ നേരെ മിത്രയുടെ ഫ്ലാറ്റിലേക്ക് എത്തി. പക്ഷേ ഫ്ലാറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ ചേച്ചി, നേരത്തെ പോയോ? ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലേ എന്ന് പറഞ്ഞവൾ മിത്രയെ വിളിച്ചു നോക്കി. പക്ഷേ ഫോൺ ഫ്ലാറ്റിൻ്റെ അകത്തിരുന്ന് റിങ് ചെയ്യുന്ന ശബ്ദമാണ് കേട്ടത്. അപ്പൊ അവൾ അകത്തുണ്ടോ? മിത്ര, മിത്ര. അവൾ കുറെ തവണ കോൾ ബെല്ല് റിങ് ചെയ്തു, പക്ഷെ അനക്കമൊന്നുമില്ല. മിത്ര, അവരിവിടെ നിന്ന് പോയല്ലോ. ആ കുട്ടി രാവിലെ പോയല്ലോ. എവിടേക്കാണെന്നറിയില്ല. രാവിലെ ഡോറും പൂട്ടി പോകുന്നത് കണ്ടു. അപ്പോൾ ആ കൺഫ്യൂഷനിലായി. ഫോൺ ഇവിടെ ആയതുകൊണ്ട് അവൾക്ക് അവനെ കോണ്ടാക്ട് ചെയ്യാനും കഴിഞ്ഞില്ല. അവൾ ഉടനെ റിക്കിയെ വിളിച്ചു. അതേസമയം മിത്ര നേരെ വന്നത് സ്നേഹയുടെ അടുത്തേക്കായിരുന്നു. അവൾ കിരണിന്റെ അപ്പാർട്ട്മെന്റിലാണ് ഉണ്ടായിരുന്നത്. മിത്ര തിരഞ്ഞു പിടിച്ച് അവിടേക്ക് ചെന്നു. എന്താ മിത്ര, എന്താ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ. മിത്ര, എനിക്ക് നിന്റെ വിഷമം മനസ്സിലാകും. കൗശി നിന്നോട് കാണിച്ചതിനെല്ലാം ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കും. അവൻ ഒരിക്കലും അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. അവനോടൊന്ന് ക്ഷമിക്കുക. ക്ഷമിക്കാനോ? ഞാനെന്തിനാ ക്ഷമിക്കുന്നത്? അതിന് മാത്രം അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് അവനോട് ദേഷ്യവുമില്ല. പിന്നെന്തിനാ ക്ഷമിക്കുന്നത്? എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ അവനെ ഒരിക്കലും സ്നേഹിക്കരുതായിരുന്നു. ഞാൻ സ്നേഹിക്കുന്നത് പോലെ അവനും എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുതായിരുന്നു. ഇറ്റ്സ് ഓൾ മൈ മിസ്റ്റേക്ക്. മുമ്പ് പഠിക്കുന്ന സമയത്ത് അവൻ നിന്നെ സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതും കണ്ട ഞാനും അവനെ സ്നേഹിച്ചു തുടങ്ങിയത്. കാരണം അവൻ അതുപോലെ എന്നെ സ്നേഹിക്കുമെന്ന് കരുതി. ബട്ട് ഐ എം റിയലൈസിങ് അവൻ നിന്നെപ്പോലെ നിന്നെ മാത്രമേ സ്നേഹിക്കൂ. ആ സ്നേഹം കൊതിച്ച ഞാനാ തെറ്റുകാരി. ഞാനതൊന്നും ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. മിത്ര, നീ ഇതെന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കറിയാം സ്നേഹ, നിനക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ അന്നും നിന്നെയാണ് സ്നേഹിച്ചത്, ഇന്നും നിന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച ഞാനാ മണ്ടി. ഞാൻ അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു അവൻ നിന്നെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കില്ല എന്ന്. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്നതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ വന്നത് യാത്ര ചോദിക്കാനാ. പോകുന്നതിന് മുന്നേ നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണണമെന്ന് തോന്നി. നീ എവിടേക്ക് പോവുക? ദൂരെ. ഞാനിവിടെ നിന്നാൽ അത് ശരിയാകില്ല. നിങ്ങളെപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. മിത്ര, പ്ലീസ്, നീ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. നീ പോയാൽ പിന്നെ അവൻ ആരാ ഉള്ളത്? നീ ഉണ്ടല്ലോ. ആ
അവൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് സ്നേഹ. ഞാൻ ഇവിടെ നിന്ന് പോയാലും നീ അവന് വേണ്ടി ഉണ്ടെന്നുള്ള ആശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. നീ അവന് വേണ്ടി ഉണ്ടാകണം. നീ എന്തൊക്കെയാ പറയുന്നത് മിത്ര? ഞാൻ എങ്ങനെ നിനക്ക് പകരാകുന്നത്? നിനക്ക് പകരം നീ മാത്രമേ ഉള്ളൂ. നീ നേരത്തെ പറഞ്ഞില്ലേ അവൻ എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കില്ല എന്ന്. എന്നെ സ്നേഹിച്ചിട്ടില്ല. ഐ മീൻ നീ കരുതുന്നത് പോലൊരു ഇഷ്ടം അവൻ എന്നോടില്ല മിത്ര. അവൻ അന്നും ഇന്നും സ്നേഹിക്കുന്നത് നിന്നെയാ. അവൻ എന്നെയല്ല, നിന്നെ പ്രപ്പോസ് ചെയ്യാനാ അന്ന് വന്നത്. എന്നെന്താ മിത്ര വന്നില്ലേ? ഇല്ല. ഷേ, എന്താ ഈ കുട്ടി വരാത്തെ? എന്താ മോനെ, മിത്രയെ കാണാതെ ഇരിപ്പുറക്കില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ട്. അതെന്താ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തെ? അതിന് വീട്ടിൽ തന്നുവിടാൻ ആരാ ഉള്ളത്? അല്ല, അങ്ങനെയെങ്കിൽ കൗശിയേട്ടനുള്ള ഫുഡ് ഞാൻ കൊണ്ടുതരാം. കൗശിയേട്ടന് വേണമെങ്കിൽ ഞാൻ ഫുഡ് കൊണ്ടുവരാം. പൊടി. അവൾക്ക് ചെറിയൊരാട്ടമുണ്ട്. നീ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കാതെ പോയി പ്രപ്പോസ് ചെയ്യടാ. ചെയ്യാം, പക്ഷെ അതിനു മുന്നേ അവളുടെ മനസ്സെനിക്കറിയണം. എന്തേ, നമുക്കൊരു സർപ്രൈസ് പോലെ പറഞ്ഞാലോ? എങ്ങനെ? പറയാം. ഐ തിങ്ക് ഐ ആം ഇൻ ലവ്. വാട്ട്? യെസ്, എനിക്കൊരാളെ ഇഷ്ടമാണ്. ആരെ? ആളെ മിത്രയ്ക്കറിയാം. സ്നേഹ. ആരാ? സ്നേഹ. എനിക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷേ അവളോട് എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയില്ല. ഐ എം ലിറ്റിൽ വീക്ക് ഫോർ ഹർ. സോ മിത്ര എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മിത്ര ഇക്കാര്യം ഒന്ന് അവളോട് പറയണം. ഷോ, പാവടാ. നീ അത് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ മുഖം മാറിയത് കാണണമായിരുന്നു. അപ്പോൾ അതിനർത്ഥം എടാ അവൾക്ക് നിന്നെ ഇഷ്ടമാ. അപ്പോൾ ഇന്ന് ധൈര്യമായിട്ട് പ്രപ്പോസ് ചെയ്യാം അല്ലേ? എന്തായാലും ഇപ്പോൾ ഒന്നും നീ പറയണ്ട. ആ സമയത്ത് നിന്നെയല്ല അവളെയാണ് പ്രപ്പോസ് ചെയ്യുന്നതെന്ന് അറിയുമ്പോഴുണ്ട് അവളുടെ മുഖം എനിക്കൊന്ന് കാണണം. നീ പറഞ്ഞതെല്ലാം സത്യമാണോ? പിന്നെ ഈ സമയം ഞാനെന്തിനാ കള്ളം പറയുന്നത് മിത്ര? ശരി, നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കിരൺ, ഇതാരാണെന്നറിയോ? ഹീ ഈസ് മൈ ഹസ്ബൻഡ്. എൻ്റെ മാരേജ് ഓൾറെഡി കഴിഞ്ഞതാ മിത്ര. പിന്നെങ്ങനെ ഞാൻ കൗശിയെ? അവൻ എപ്പോഴും നിന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് മിത്ര. അവനും നിന്നെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല. അന്ന് നീ അവിടുന്ന് പോയതിനു ശേഷവും അവൻ നിന്നെ ഓർത്ത് തന്നെയാണ് ജീവിച്ചത്. നിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവൻ ജീവിച്ചത്. പക്ഷെ പിന്നീട് നിന്നെ കണ്ടപ്പോൾ നീ പഴയതിലും മോശമായ അവസ്ഥയിലാണെന്ന് അവൻ എന്നോട് പറഞ്ഞു. അതവനെ വല്ലാതെ തകർത്തും കളഞ്ഞു. പക്ഷെ പിന്നീട് നിന്നെ ആഴത്തിൽ അറിഞ്ഞു വന്നപ്പോൾ അവൻ നിന്നെ വീണ്ടും ആഴത്തിൽ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. അവൻ്റെ കാലം സുഖമായി അവൻ നിന്റെ അടുത്തേക്ക് വരാൻ തന്നെയായിരുന്നത്. എൻ്റെ അടുത്തേക്കോ? അതെ, എനിക്കിപ്പോൾ തന്നെ അവനെ കാണണം എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ശരവേഗം ഡ്രൈവ് ചെയ്തു.
അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ അണമുറിയാതെ ഒഴുകുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ സന്തോഷ കണ്ണീരാകാം. കുറച്ച് സമയത്തിനകം അവൾ കൗശിയുടെ അടുത്തേക്ക് എത്തി. അവളെ കണ്ടതും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. മിത്ര, നീ ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ കൗശി? എന്താ മിത്ര? എന്നോട് ഒരു വാക്ക് പറയായിരുന്നില്ലേ കൗശി? I made a mistake. മിത്ര, നീ എന്താ പറയുന്നേ? I made a mistake, കൗശി. I'm sorry. താൻ എന്നെ ഒരിക്കലും വെറുക്കരുത്. എന്നെ മറക്കുകയും ചെയ്യരുത് കൗശി. I'm sorry. മിത്ര, sorry, Kaushi. Mitra, what happened? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവളെ എത്രത്തോളം വേദനിപ്പിച്ചെന്ന് നിനക്കറിയില്ല. അതിനുള്ള ശിക്ഷയായിട്ട് അവൾ എനിക്ക് തന്നത്. ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചു. സ്നേഹ. അത് ഇനിയാണോ പറയുന്നേ? അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന് ശേഷമാണോ നീ പറയുന്നത്? ചതിയ? സാർ, വേണ്ട സാർ, ഇതൊരു ഹോസ്പിറ്റലല്ലേ. ഹോസ്പിറ്റലായത് അവൻ്റെ ഭാഗ്യം. സാർ പ്ലീസ്, സാറിൻ്റെ വിഷമം മനസ്സിലാകും. അവളെ ഓർത്താണ് സാർ ഇത്രയും പരിഭവിക്കുന്നതെന്ന് അറിയാം. അതേ വിഷമം ഞങ്ങൾക്കുണ്ട്. അവൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഇതുവരെ അവൾക്ക് എന്താണ് സംഭവിച്ചെന്ന് പോലും അറിയില്ല. അറിയുന്നത് വരെങ്കിലും കാത്തിരുന്നൂടെ? അവൾക്ക് സംഭവിച്ചത് ഞാൻ ഊഹിക്കുന്നത് പോലെ എന്തെങ്കിലും ആണെങ്കിൽ കൗശി, നിനക്കുള്ള നഷ്ടം അത് വലുതായിരിക്കും. അങ്ങനെ വരരുത് എന്ന് നീ പ്രാർത്ഥിക്കും. കൗശിക്കിന് ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. സമയം കടന്നുപോയി. കൗശിയും ഡോക്ടറും എല്ലാവരും ഐസിയുവിന് പുറത്ത് അക്ഷമരായി കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞതും ഐസിയുവിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങളാരാ? ഞാൻ അവളുടെ പേഴ്സണൽ ഡോക്ടറാണ്. അവളെ വർഷങ്ങളായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് ഞാനാണ്. ഐ എം എ സൈക്യാട്രിസ്റ്റ്. അപ്പൊ സംശയത്തിന് വകയുണ്ട്. എന്താ ഡോക്ടർ? ആ കുട്ടി മറ്റെന്തെങ്കിലും ടാബ്ലറ്റ് എടുത്തിരുന്നോ? ഐ മീൻ, നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്തതല്ലാതെ? നോ, ഞാനും അവൾക്കിപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു മെഡിസിനും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. എന്താ ഡോക്ടർ? ബ്ലഡിൽ പോയിസന്റെ സാന്നിധ്യമുണ്ട്. അത് നേരിട്ടുള്ളിൽ ചെന്നതാണോ മറ്റെന്തെങ്കിലും ഒപ്പം അറിയാതെ ചെന്നതാണോ എന്ന് ചെക്ക് ചെയ്യണം. അത് കേട്ടതും പെട്ടെന്ന് സ്നേഹ കൗശിയെ മുറുകെ പിടിച്ചു. അതുമാത്രമല്ല, എന്ത് തരം പോയിസൺ ആണെന്ന് കണ്ടുപിടിച്ചാലേ നമുക്കതിനുള്ള ആന്റിഡോട്ട് കൊടുക്കാൻ കഴിയൂ. ഡോക്ടർ, എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം.
ഒരു കാരണവശാലും അവൾക്കൊന്നും സംഭവിക്കരുത്. എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകും. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം ഞങ്ങൾ ചെയ്യും. ബാക്കി നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോയി. അവസാനം ഞാൻ ഭയന്നത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം കൗശി തറപ്പിച്ചു നോക്കി. ഉടനെ ഒരു അറ്റാക്ക് അവൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അയാൾ തല്ലിയാലും അവനത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നു. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പൊക്കളഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞതും അവിടേക്ക് രണ്ടുപേർ വന്നു, ഋത്തിക്കും അപർണയും. കൗശി, എടാ എന്താ സംഭവിച്ചത്? അറിയില്ല. സ്നേഹ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഉള്ളിൽ പോയിസന്റെ സാന്നിധ്യം ഉണ്ടെന്നാ പറഞ്ഞത്. പോയിസണോ? എനിക്ക് ആ ഇരിപ്പ് കണ്ടപ്പോഴേ തോന്നിയതാ. ഞാൻ അതുകൊണ്ട് തന്നെയാ ചേച്ചിയുടെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചത്. എന്താ, എന്തെങ്കിലും അവള് പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. കൗശിയേട്ടന്റെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം അവൾ ഒരുപാട് കരഞ്ഞു, പിന്നെ സൈലന്റായി. ആ സൈലൻസിൽ എനിക്ക് എന്തോ പന്തികേട്ട് തോന്നിയതാ. അതവൾ പറഞ്ഞു കഴിഞ്ഞത് ഉടനെ ഒരു പൊട്ടിക്കരച്ചിലാണ് എല്ലാവരും കേട്ടത്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഞാൻ. അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഞാനാണ്. ഇതെല്ലാം എന്റെ തെറ്റാ. അതെ, എല്ലാം നിന്റെ തെറ്റ് തന്നെയാ. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ നീ ചെയ്തു, എന്നാൽ ചെയ്യേണ്ടതൊന്നും നീ ചെയ്തതുമില്ല. നീ ചെയ്ത തെറ്റുകൾക്ക് പോലും പഴയും കുറ്റപ്പെടുത്തലും കേട്ടത് എന്റെ കുട്ടിയാ. ഇവിടെ അവൾ അവളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? നിന്നെ സ്നേഹിച്ചത്, നിന്നെപ്പോലൊരു കഴിവ് കെട്ടവനെ സ്നേഹിച്ചത്, നട്ടല് നിവർത്തി പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാത്ത നിന്നെ സ്നേഹിച്ചത്. ഇനി ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവളുടെ ജീവിതത്തിലെ നീ എന്ന തെറ്റിനെ ഞാൻ എന്നേക്കുമായിട്ട് പിഴുതെറിയും. ഇനി നിനക്ക് വേണ്ടി ആ കണ്ണു നനയാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം നിനക്കതിനുള്ള അർഹതയില്ല. കൗശി, വിഷമിക്കല്ലടാ. മറ്റാർക്കറിയില്ലെങ്കിലും എനിക്കറിയാം നീ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നീ എത്രത്തോളം അവളെ സ്നേഹിച്ചു എന്ന്. അദ്ദേഹത്തിന് മിത്ര ഒഴുക്കി കണ്ണീരിന്റെ കണക്ക് മാത്രമേ അറിയാവൂ. നീ അവൾക്ക് വേണ്ടി ഒഴുക്കി കണ്ണീർ എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ലടാ. നീ അവൾക്ക് വേണ്ടി എത്ര വേദനിച്ചു വിഷമിച്ചു എന്നിവിടെ ആർക്കും അറിയില്ല. പക്ഷെ എനിക്കറിയാം. സാർ അവളുടെ കണ്ണീര് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അവൾക്ക് വേണ്ടി ഇവനെത്ര കരഞ്ഞിട്ടുണ്ടെന്നറിയോ? സ്നേഹ, വേണ്ട, നീ മിണ്ടാതിരിക്കും കൗശി. നിന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ഇത്ര നേരം കേട്ടു നിന്നില്ലേ? എന്താ നീ ഇത്ര നാൾ ആർക്ക് വേണ്ടിയാ കാത്തിരുന്നത്? +2 പഠിക്കുമ്പോൾ പിരിഞ്ഞിട്ട് പിന്നീട് നീ ഇപ്പോഴല്ലേ അവളെ കണ്ടുമുട്ടിയത്? ഇപ്പോഴല്ലേ അവൾ വീണ്ടും നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നത്? അതുവരെ നീ അവൾക്ക് വേണ്ടിയില്ലേ കാത്തിരുന്നത്? ഇത്ര വർഷക്കാലം നീ അവളെ ഓർത്തല്ലേ ജീവിച്ചത്? അവൾ നിന്റെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ നീ ഇതുവരെ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് പോലും ചിന്തിക്കാത്തത്? അതിനെക്കുറിച്ചൊന്നും ഇവിടെയുള്ള ആർക്കും അറിയണ്ട. വർഷങ്ങൾക്ക് മുമ്പ് അവൾ എന്നെ ആ 4ാമത്തെ നിലയിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് പോലും ഇവൻ അവളെ വെറുത്തിരുന്നില്ല. അവളിൽ നിന്ന് ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചു പോയല്ലോ എന്നോർത്താവും വിഷമിച്ചത്. ആ വീഴ്ചയിൽ 1.5 വർഷം ഞാൻ കിടന്നുപോയിട്ടും അവൻ അവളെ വെറുത്തില്ല. അവൾ ചെയ്തതിനുള്ള പ്രായച്ചിത്തമാ അവൻ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിൽ ചെന്നത്, ആ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ട് എന്റെ മുന്നിൽ നിന്ന് ചങ്കുപൊട്ടി കരഞ്ഞതും എനിക്ക് മാത്രമേ അറിയാവൂ. നിങ്ങൾക്കാർക്കും അവനെ അറിയില്ല. നിങ്ങളിപ്പോഴും മിത്ര അവനെ തേടി കണ്ടെത്തിയ കഥ മാത്രമല്ലേ അറിയാവൂ. കഴിഞ്ഞ 6 വർഷമായിട്ട് അവൻ അവളെ തേടി അലഞ്ഞത് ഇവിടെ ആർക്കും അറിയില്ല. അവനൊരു തെറ്റുപറ്റി. അവൻ ആദ്യമേ അവളെയാണ് സ്നേഹിച്ചതെന്ന് അവളോട് തുറന്നു പറയണമായിരുന്നു.
അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞു. അവളെ വീണ്ടും തിരികെ കണ്ടുമുട്ടുന്നു. അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു, അതും അവന്റെ ആത്മസുഹൃത്തുമായിട്ട്. ആ സുഹൃത്തും അവൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ സൈലന്റ് ആയത്, അവളെ നിന്ന് അകലം പാലിച്ചത്. അല്ലാതെ അവളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അവളുടെ സ്വഭാവത്തിന്റെ ഏറ്റക്കുറച്ചിലുകളൊന്നും അവൻ കണക്കാക്കിയിട്ടില്ല. അങ്ങനെ കണക്കാക്കിയിരുന്നെങ്കിൽ സ്വന്തം സഹോദരി അത് മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചവൾ അവൻ വീണ്ടും മനസ്സിലിട്ടുകൊണ്ട് നടക്കും. പിന്നീട് അവളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിട്ടും അവളെ ചേർത്ത് പിടിക്കണം തന്നെയാണ് അവൻ ആഗ്രഹിച്ചത്. അപ്പോഴും തന്റെ സുഹൃത്തിനെ വിഷമിക്കണമല്ലെന്ന് ഓർത്തിട്ടാ അവൻ അവന്റെ ഇഷ്ടങ്ങളെ വേണ്ടാന്ന് വെച്ചത്. എന്റെ ചികിത്സയ്ക്ക് ലക്ഷ്യങ്ങൾ വേണ്ടി വന്നപ്പോ 18-ാം വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയത് അവൻ സ്നേഹിച്ച പെണ്ണ് ചെയ്തുപോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ തന്നെയാ. ഞാൻ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് പോരാടുമ്പോൾ എന്റെ കൈകൾ ചേർത്ത് പിടിച്ച് അവൻ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ: ഇത്രയും വെറുക്കരുത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവന് മാത്രമേ എല്ലാ പഴിയും കുറ്റപ്പെടുത്തലും. അവൻ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സുഹൃത്തു പോലെ അവനെ തള്ളി പറഞ്ഞു. അതിലിപ്പോഴും അവന് ആരോടും ഒരു വിരോധവും ഇല്ല. അവനങ്ങനെ ആരെയും വെറുക്കാനും കഴിയില്ല. സ്നേഹം മതി, എന്ത് മതി? നിന്റെ ഈ സ്വഭാവമായി എല്ലാ പ്രശ്നങ്ങളും വരുത്തി വെക്കുന്ന കൗശി. ഇവിടെ പറയേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങൾ തുറന്നു പറയുക തന്നെ വേണം. അല്ലാതെ ഞാനത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവരുടെ മനസ്സ് വിഷമിക്കും, ഇവരുടെ മനസ്സ് വിഷമിക്കും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വഷളായത്. എല്ലാവരുടെയും മനസ്സ് വേദനിക്കുന്നു കരുതിയപ്പോ ഇപ്പൊ ആരുടെ മനസ്സാ വേദനിക്കുന്നേ? ആരാ ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരനായി നിൽക്കുന്നേ? എന്നിട്ട് ഇപ്പോഴും അവൻ എന്നെ സൈലന്റ് ആകാൻ നോക്കുക. സർ, ഞാനിപ്പോ ഇതെല്ലാം പറഞ്ഞത് മിത്രയുടെ അവസ്ഥയെ ഞാൻ ഈ കാര്യങ്ങൾ വെച്ച് സാധൂകരിക്കുകയല്ല. പക്ഷെ അവൻ മിത്രയെ സ്നേഹിച്ചിട്ടില്ല, അവൻ അവളെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സ്നേഹിച്ചിട്ടില്ലാത്ത പെണ്ണിന് വേണ്ടി 6 വർഷക്കാലം ഒരു ഹോപ്പും ഇല്ലാതെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവൻ സ്നേഹിച്ചിട്ടില്ല എന്നല്ല, അവന്റെ സ്നേഹം അവൻ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അവളെ ഓർത്ത് അവന്റെ ഉള്ള എത്രത്തോളം പിടയുന്നുണ്ടെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് ഇനി അവനെ കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത്. ഇതെനിക്കിപ്പോ പറയേണ്ടി വന്നത് അവന് വേണ്ടി അവൻ പോലും സംസാരിക്കില്ല എന്ന് എനിക്കറിയാമെന്നുള്ളതുകൊണ്ടാണ്. ഡോക്ടറിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും. ഡോക്ടർ അവൾക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ഡോക്ടർ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. മിത്ര ഒന്ന് കണ്ണു തുറക്കണം. അവളെ പഴയ മിത്രയ്ക്ക് ഞങ്ങൾക്ക് കിട്ടണം. ദാറ്റ്സ് ഇറ്റ്. കൗശി, ഐ എം സോറിടാ. നീ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിന്നോട് എല്ലാ സത്യങ്ങളും പറയണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. പക്ഷെ നീ അതെങ്ങനെ ഉൾക്കൊള്ളും, എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ സൈലൻ്റ് ആയത്. അല്ലാതെ നിന്നെ മനഃപൂർവ്വം വഞ്ചിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ലടാ. ഐ അണ്ടർസ്റ്റാൻഡ്. നീ വിഷമിക്കില്ലേ, എല്ലാം ശരിയാകും. മിത്ര എത്രയും പെട്ടെന്ന് റിക്കവർ ആകട്ടെ. അവരത് സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് മറ്റൊരാൾ വന്നു. പപ്പ. ആദിശേഷനെ കണ്ടതും അപ്പു ഓടിച്ചെന്നു. പപ്പ, പപ്പ എന്താ ഇവിടെ? മിത്രക്ക് എങ്ങനെയുണ്ട്? അവൾക്കെന്താ സംഭവിച്ചത്? പപ്പ മിത്രയെ കാണാനാണോ വന്നേ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല പപ്പ. എന്തോ പോയിസൺ ആണെന്നാ പറഞ്ഞത്. ഈ കുട്ടിക്ക് ഇതിന് മാത്രമേ അറിയാവൂ. ശരി, ഇപ്പൊ എനിക്ക് ഡോക്ടറിനെ കാണാൻ കഴിയൂ? എവിടെയാ ഉള്ളത് എന്നയാൾ ചോദിച്ചു നിൽക്കുമ്പോൾ ഡോക്ടർ ബ്ലഡ് റിസൾട്ടുമായിട്ട് അവിടേക്ക് വന്നു. ഡോക്ടർ, മിത്രയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്?
നിങ്ങളാരാ പേഷ്യൻറ്റിൻ്റെ? പപ്പയാണ്. ഓക്കെ. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടുകൂടി കേൾക്കുക. എന്താ ഡോക്ടർ, പാനിക്കാകണ്ട. മിത്രയുടെ ഉള്ളിൽ ചെന്നിട്ടുള്ളത് ഫോസ്മിക് എന്നൊരു കെമിക്കൽ പോയിസണാണ്. ഇറ്റ്സ് ലൈക്ക് എ സ്ലോ പോയിസൺ. ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 3-4 hours ഉള്ളിലുള്ള ഓർഗൻസിനെ ബാധിച്ചു തുടങ്ങും. ഹാർട്ടും കിഡ്നിയുടെ പ്രവർത്തനങ്ങളൊക്കെ നിലയ്ക്കും. മണിക്കൂറുകൾ കഴിയുന്നതിനനുസരിച്ച് രക്ഷിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതിലും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആൻറ്റിഡോട്ടില്ല. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ പോയിസനുള്ളിൽ ചെന്നിട്ട് ഒരു 3-4 മണിക്കൂർ പിന്നിട്ടിരുന്നു. അവരുടെ ബോഡിയെ ബാധിച്ച് തുടങ്ങിയത് കൊണ്ടാണ് ബ്ലഡ് വോമിറ്റ് ചെയ്തത്. സോ ഡോക്ടർ, അവളെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താ ചെയ്തു തരേണ്ടത്? അവൾക്ക് കുറച്ചുകൂടി മികച്ച ചികിത്സ ലഭിക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണം? ഞങ്ങൾ മാറ്റാം. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലും ഈ പോയിസന് ബേസിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനേ കഴിയൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇതിന് ആൻറ്റിഡോട്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ട്. മെഡിക്കൽ സയൻസിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം മാക്സിമം ഞങ്ങൾ ചെയ്യും. ബാക്കി നിങ്ങൾ പ്രാർത്ഥിക്കും. കൗശിക് നിന്ന് കരയുന്നത് കണ്ട് അതിശേഷം അവൻ്റെ അടുത്തേക്ക് വന്നു. അയാളൊരു വാക്കും മിണ്ടിയില്ല. അവൻ്റെ തോളിൽ അയാളൊന്ന് അമർത്തി തട്ടി. ആ തട്ടലിൽ ഒരുപാട് ആശ്വാസവാക്കുകൾ കലർന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. സമയം പിന്നെയും കടന്നുപോയി. കൗശി കണ്ണിന് വിശ്രമം നൽകാതെ അവൾക്ക് വേണ്ടി അക്ഷമയോടെ കാത്തിരുന്നു. സമയം വീണ്ടും കറങ്ങി അവൾ അഡ്മിറ്റ് ചെയ്ത നേരത്തോടടുത്തെത്തി. നീണ്ട 24 മണിക്കൂർ പിന്നിട്ടത് കൗശി അറിഞ്ഞതേയില്ല. ഓരോ തവണ ഡോക്ടർ വന്നു പോകുമ്പോഴും അവൾ പ്രതീക്ഷയോടെ നോക്കും. പക്ഷെ നിരാശയായിരുന്നു ഫലം. എനിക്ക് പേടിയാവുന്നു സ്നേഹ. അവൾ ICUലായിട്ട് ഏകദേശം 1 ദിവസം കഴിഞ്ഞു. എന്നിട്ടൊരു അനക്കവും ഇല്ലല്ലോ. അവൾക്ക് എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ ഞാൻ ഇനി എന്നേക്കോട്ട് ഒരു നിർഭാഗ്യവാനായിട്ട് പോകുമോ? അങ്ങനെയൊന്നും പറയില്ലേ കൗശി. അവൾ വരും നിനക്ക് വേണ്ടി. നിന്നെ ഈ ലോകത്ത് തനിച്ചാക്കി അവൾ ഒരിടത്തേക്കും പോകില്ലടാ. അവൾ ആഗ്രഹിച്ചത് നിന്റെ ഒപ്പം ജീവിക്കാനല്ലേ. അതിനുവേണ്ടി അവൾ തിരിച്ചു വരും. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷെ ഞാൻ അലർട്ടായി ഇരിക്കേണ്ടതായിരുന്നു അല്ലേ? അന്നവൾ വെയിൻ കട്ട് ചെയ്തപ്പോൾ അത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ കരുതിയത്. അവളുടെ മമ്മ ചെയ്തതുപോലെ അബദ്ധം അവൾ ഒരിക്കലും ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. പോട്ടെടാ, അവളുടെ മനസ്സിൽ ആ സമയത്ത് എന്താ തോന്നിയതെന്ന് അവൾക്കല്ലേ അറിയാവൂ. അവളെന്നെ വെറുത്തിരിക്കൂ. അങ്ങനെ അവൾക്ക് വെറുക്കാൻ കഴിയുമോ? അവളൊന്ന് കണ്ണു തുറന്നാൽ മതിയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞു ICU ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. എന്തായി ഡോക്ടർ, എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ്? യെസ്, ഞാൻ അതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. ഒരു ഗുഡ് ന്യൂസും ഉണ്ട്, ഒരു ബാഡ് ന്യൂസും ഉണ്ട്. അത് കേട്ടതും കൗശിയുടെ ഹൃദയം പടപടാന്ന് പിടിക്കാൻ തുടങ്ങി. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എന്താ ഡോക്ടർ? ഞങ്ങൾ പോയിസൺ മുഴുവൻ വാഷ് ഔട്ട് ചെയ്തു. അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. സോ പേഷ്യൻ്റ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞോ? യെസ്, ഷി വാസ് പ്രഗ്നന്റ്.
മിത്ര, നീ ഇതുവരെ നിന്റെ ജീവിതത്തിന് ഹാൻഡിൽ ചെയ്ത രീതിയിലല്ല ഇനി ഹാൻഡിൽ ചെയ്യേണ്ടത്. നീ കുറച്ചുകൂടി സീരിയസ് ആകേണ്ട സമയമാണ്. ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേജ്. എനിക്കിനിയും നിനക്ക് ഒരു പിൽസും സജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, പ്രത്യേകിച്ച് സ്ലീപ്പിംഗ് പിൽസ്. നിന്റെ ഹെൽത്ത് നീ തന്നെ നോക്കണം. ഇതാണടാ ഞാൻ പറഞ്ഞത്. ഞാൻ ഭയന്നതുപോലെ സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം നിനക്ക് വലുതായിരിക്കുമെന്ന്. എല്ലാവരും അമ്പരന്ന് നിൽക്കവേ കൗശിയുടെ ഓർമ്മകൾ വീണ്ടും പിറകിലേക്ക് ചെന്നു. അന്ന് നീ പറഞ്ഞത് സീരിയസ് ആയിട്ടായിരുന്നു. എന്ത്? നീ എന്ന് പറഞ്ഞില്ലേ യു വാണ്ട് ടു മൂവ് ഓൺ? അത് ശരിക്കും പറഞ്ഞതാണോ? പിന്നെ തമാശയ്ക്ക് പറയുന്നതാണെന്ന് കരുതിയോ? നിനക്ക് ശരിക്കും അങ്ങനെ മൂവ് ഓൺ ആകാൻ കഴിയുമോ? എനിക്കറിയാവുന്ന മിത്രയ്ക്ക് അങ്ങനെ ഒരിക്കലും കഴിയില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, തനിക്കിപ്പോൾ എന്താ പറ്റിയത്? കുറച്ച് ദിവസം മുമ്പ് വരെ താൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചത്. കുറച്ച് ദിവസം മുമ്പ് നീയും ഇതല്ലല്ലോ പറഞ്ഞത്. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ. അതായത് സ്നേഹം പ്രകടിപ്പിക്കാനും വയ്യ, എന്നാൽ എന്നെ ഷെയർ ചെയ്യാനും വയ്യ. പക്ഷെ എനിക്ക് ഈ ഇമോഷണൽ ഡ്രാമ മടുത്തു കൗശി. ഒരുമാതിരി അവാർഡ് ഫിലിം പോലെ ഇഴച്ചഴച്ച് കൊണ്ടുപോകാൻ വയ്യ. ശരിയാ, ഞാൻ അന്നിങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ മരിച്ചാലും എൻ്റെ മനസ്സിൽ താൻ കാണും. പക്ഷേ തൻ്റെ മനസ്സിൽ ഞാനില്ലല്ലോ. നിനക്ക് റിക്കിയോടൊപ്പം ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയൂ? എൻ്റെ ഹാപ്പിനെസ് കൺസിഡർ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ തീരുമാനം എടുക്കില്ലായിരുന്നു. ഇപ്പം ഞാനൊരു എഡ്ജിൽ നിൽക്കുവാണ്. എനിക്കൊരു ഡിസിഷൻ എടുത്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഈ തീരുമാനം എടുത്തു. നീ പിന്നീട് ഈ ഡിസിഷൻ ഓർത്ത് റിഗ്രറ്റ് ചെയ്യരുത്. എന്തിനാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യണം? താൻ എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എനിക്ക് തീരുമാനം എടുക്കേണ്ടി വന്നത്. സോ ഞാനല്ല, താനാ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം കൗശി, താനിപ്പോൾ 2 വള്ളത്തിൽ ചവിട്ടി നിൽക്കുന്നു. എനിക്ക് ആ കൗശിയല്ല വേണ്ടത്. താൻ താനായിട്ട് വാ, ഞാനിവിടെ തന്നെ ഉണ്ട്. എന്താ ഇത്? നീ വെള്ളം അടിക്കാനൊക്കെ തുടങ്ങിയോ? ഇല്ല, ചില യാഥാർത്ഥ്യങ്ങൾ നിന്നോട് പറയാൻ വേണ്ടിട്ടാ ഞാനിപ്പോൾ ഇതിനെ കൂടെ കൂട്ടിയത്. ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം അത് നിന്റെ കയ്യിലുണ്ട്. നീ എനിക്ക് തന്നെ അത് തിരികെ തരണം. എടാ, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ എന്നെ നീ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കും, ഞാൻ കൊണ്ടുതരാം. ഓക്കെ? ഇപ്പൊ ഞാൻ പോവുക, അവിടെ എത്തിയിട്ട് വിളിക്കാം. ഹലോ, അതെ, എപ്പോ, എവിടെ? ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഞാൻ വരുന്നത് വരെ അയാൾ അവിടെ ഒന്ന് പോകാൻ അനുവദിക്കരുത്. ഓക്കെ, ഞാനിതാ വരുന്നു. എവിടെയാള്? ദേ അവിടെ കിടപ്പുണ്ട് മാഡം. ആള് നല്ല ഫിറ്റാണ്. മാഡം എന്തിനാ ഇപ്പൊ അയാളെ എടുക്കുന്നേ? ഞങ്ങൾ അയാളെ പിടിച്ച് പുറത്തിരുത്തിക്കോളാം. ബോധം വരുമ്പോൾ എഴുന്നേറ്റ് പൊക്കോളും. ജസ്റ്റ് ഷട്ട് അപ്പ്. ഡോണ്ട് ഡെയർ ടു ടോക്ക് അബൌട്ട് ഹിം ലൈക്ക് ദാറ്റ്. ഓക്കെ? സോറി മാം. അവൾ അവനെ എടുത്തുകൊണ്ട് നേരെ അവളുടെ ഫ്ലാറ്റിലേക്കാണ് വന്നത്. അവൾ അവനെ എങ്ങനെയോ അവളുടെ ബെഡിൽ കൊണ്ട് കിടത്തി. അവൻ അപ്പോഴും എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നുണ്ടായിരുന്നു. അവൻ എന്താ പറയുന്നതെന്ന് അവൾ ശ്രദ്ധിച്ചു. ശരിക്കും അവൾക്കങ്ങനെ മൂവ് ഓൺ ആകാൻ കഴിയോ? നോ വേ. ഇതായിരുന്നു അവന്റെ സംശയം. അവൾക്ക് അത് കേട്ട് ചിരിയാണ് വന്നത്. ആൾ മൊത്തത്തിലൊന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവന്റെ ഷൂ ഒക്കെ റിമൂവ് ചെയ്തിട്ട് അവനെ നേരെ ബെഡിൽ കിടത്തി. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. I know Mitra, you can't move on.
ഐ നോ യു കാൻറ്റ് ലീവ് മീ. അതവൻ ബോധത്തോടെയാണോ പറയുന്നതെന്ന് അവൾ ശ്രദ്ധിച്ചു. അല്ല, അബോധാവസ്ഥയിൽ തന്നെയാണ്. ബോധത്തോടെ അവൻ ഈ വാക്കുകളൊന്നും പറയില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം. അവൾ അവന്റെ കൈ വിടുവിച്ചിട്ട് കുറച്ചു മാറിയിരുന്നു. അല്ല, അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ മയങ്ങുന്നതിന്റെ സൗന്ദര്യം നോക്കിയിരുന്നതാണോ, അതോ അവൻ പുലമ്പുന്നതിന്റെ നിഷ്കളങ്കത നോക്കിയിരുന്നതാണോ, അതോ ഇത്ര നാളും താൻ മനസ്സിൽ കൊണ്ടു നടന്ന മനുഷ്യൻ ഇപ്പൊ തന്റെ മുന്നിൽ തന്റെ ബെഡിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് നോക്കിയിരുന്നതാണോ എന്നറിയില്ല. അവൾ അങ്ങനെ അവനിൽ തന്നെ കണ്ണു നട്ട് നോക്കിയിരുന്നു. പെട്ടെന്ന് അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അതോടൊപ്പം അവൻ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അവൾ ചാടി എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്നു. കൗശി, അറിയോ ഓക്കെ? എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയത്? തനിക്ക് ശീലമില്ലാത്തതല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞ് അവൾ അവനെയും കൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് വന്നു. ഷവർ തുറന്നു വിട്ട് തണുത്ത വെള്ളം നേരെ അവന്റെ തലയിലെത്തിച്ചു. ഇത് കുറച്ച് റിലീഫ് ആകുമെന്ന് അവൾക്ക് തോന്നി. അവനും ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് അവന്റെ തല തുവർത്തി അവന്റെ നനഞ്ഞ ഷർട്ട് റിമൂവ് ചെയ്തതിനു ശേഷമാണ് അവൾ തിരികെ അവനെ ബെഡിലേക്ക് കൊണ്ട് കിടത്തിയത്. പിന്നെ അവൻ വൊമിറ്റ് ചെയ്തതല്ല യാതൊരു മടിയും ഇല്ലാതെ അവൾ ക്ലീൻ ചെയ്തു. അവന് വേണ്ടി എന്ത് ചെയ്താലും അത് അധികമാകില്ല എന്ന് അവൾക്കറിയാം. അവൾ റൂം വൃത്തിയാക്കിയതിനു ശേഷം വീണ്ടും അവന്റെ അടുത്തേക്ക് തന്നെ വന്നു. അവൻ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. തണുപ്പ് കാരണമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് AC ഓഫ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. അവന്റെ നനഞ്ഞ ജീൻസ് പാൻറ് തണുപ്പിനെ വിളിച്ചുകൊണ്ടുവരും എന്നവൾക്ക് തോന്നിയതുകൊണ്ട് അവൾ അത് റിമൂവ് ചെയ്യാമെന്ന് കരുതി. അതിനുവേണ്ടി അവന്റെ ബെൽറ്റിൽ കൈ വെച്ചതും പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. വാട്ട് ആർ യു ഡൂയിങ്? ഞാൻ തന്റെ പാൻറ് മാറ്റാൻ നോക്കിയതാ, അതാകെ നനഞ്ഞിട്ടുണ്ട്. അത് കേട്ടത് അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എങ്ങനെയാ നനഞ്ഞത്? അല്ല, ഞാനിപ്പോ എവിടെയാ? എൻ്റെ ഫ്ലാറ്റിലാ. അതെങ്ങനെ ഞാൻ ഇവിടെ എത്തിയത്? അതൊക്കെ ഞാൻ സൗകര്യം പോലെ പറയാം. താനിപ്പോൾ ആ പാൻറ് റിമൂവ് ചെയ്യും. നനഞ്ഞ പാൻറ് ഇട്ട് കിടന്ന് വെറുതെ അസുഖം വിളിച്ചു വരുത്തണ്ട. അത് കേട്ടതും അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. എൻ്റെ ഷർട്ട് എവിടെ? എനിക്ക് പോകണം. എവിടേക്ക്? എൻ്റെ വീട്ടിൽ. താൻ ഓക്കെ ആയില്ല, ഇപ്പൊ പോയാൽ ശരിയാകില്ല. ഇല്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറയുമ്പോഴും അവന്റെ നാക്ക് കുഴയുന്നുണ്ട്, കാലുകളും നിലത്തുറയ്ക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് അവൻ വീഴാൻ തുടങ്ങിയതും അവൾ അവനെ ചേർത്ത് പിടിച്ചു. കണ്ടോ, ഇതാണോ താൻ ഓക്കെ ആയത്? കണ്ണു തുറന്നപ്പോടെ ഞാനിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ച് താനാണോ ഓക്കെ ആയത്? തൻ്റെ കിക്കൊന്നും വിട്ടിട്ടില്ല. ബാറിൽ വെള്ളം ഒടിച്ച് ബോധമില്ലാതെ കിടന്ന് തന്നെ ഞാൻ അവിടെ എത്തിച്ചത്. കിക്ക് കുറച്ച് കുറയാൻ വേണ്ടി തണുത്ത വെള്ളം തലയിൽ ഒഴിച്ചു. അതുകൊണ്ടാണ് താനിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നേ. അല്ലാതെ ബോധമൊന്നും പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, തന്നെ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് വിടാനും കഴിയില്ല. അതും പറഞ്ഞ് അവൾ വീണ്ടും അവനെ തിരികെ ബെഡിലേക്ക് തന്നെ ഇരുത്തി. കൂടെ അവളും ഇരുന്നു. എന്താ പറ്റിയത്? എന്തിനാ ഇപ്പോൾ ഇതൊക്കെ വലിച്ചു കയറ്റിയത്? അതും തനിക്കിതിനു മുമ്പ് ശീലമില്ലാത്തതൊക്കെ. എന്തിനാ ഇപ്പോൾ ഈ പുതിയ ശീലം? തനിക്ക് അതിന് മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്തു. തനിക്ക് താങ്ങാൻ കഴിയാത്ത സ്ട്രെസ് ഉണ്ടായോ? എന്തിനാ ഇത്രയും സ്ട്രെസ്? തനിക്കിത് ആരോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? താൻ വിളിച്ച ഞാൻ തന്നെ വിളിപ്പുറത്തെത്തില്ലേ? എന്താ പ്രശ്നം? എനിക്ക് നിന്നെ വേണം. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. നീ എന്നെ വിട്ട് പോവാണ്.
നീ ഇന്ന് പറഞ്ഞതുപോലെ എനിക്ക് നിന്നെ ഒരിക്കലും ഷെയർ ചെയ്യാൻ കഴിയില്ല മിത്ര. താൻ ഈ പറയുന്നതെല്ലാം സത്യമാണോ, അതോ ഞാൻ സ്വപ്നം കാണുവാണോ? നോ, നിന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത്ര നാളും ഞാൻ പറയാതിരുന്ന വാക്കുകൾ, നീ കേൾക്കാതിരിക്കാൻ ഞാൻ അടക്കി വെച്ച വാക്കുകൾ, ഇനിയെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ ഞാൻ പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഇനി പറ, നിനക്ക് ശരിക്കും മൂവ് ഓൺ ആകാൻ കഴിയുമോ? നിനക്ക് എന്നെ വിട്ട് പോകാൻ കഴിയുമോ? നിനക്ക് റുക്കിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമോ? തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ റുക്കിയോടൊപ്പം ജീവിക്കുമെന്ന്? റുക്കി ഒരു നല്ല മനുഷ്യനാണ്, പക്ഷെ ഞാൻ സ്നേഹിച്ചത് തന്നെയല്ലടോ. തന്നെ അല്ലാതെ മറ്റൊരു മനുഷ്യനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കില്ല. അതിനെനിക്ക് കഴിയില്ല കൗശി. ഞാൻ ഇത്ര നാളും കാത്തിരുന്നതും ഫൈറ്റ് ചെയ്തതും എല്ലാം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ഇന്നലെ പറഞ്ഞതിനെല്ലാം സോറി. എനിക്ക് താനില്ലാതെ പറ്റില്ല. താൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എനിക്ക് മറ്റൊന്നും വേണ്ട, മറ്റാരും വേണ്ട. നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രം മതി കൗശി. അവൾ കൈകൾ ഉയർത്തി അവന്റെ കവളിൽ പതിയെ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു, എന്നോട് പ്രോമിസ് ചെയ്യും താൻ ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും മാറ്റി പറയില്ല എന്ന്, എന്നെ വിട്ട് ഇനി ഒരിടത്തേക്കും പോകില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യ കൗശി, പ്ലീസ്. I love you. I love you so much, and I don't want to leave you. അവൾ സന്തോഷം കൊണ്ട് അവനെ വാരി പുണർന്ന് കരയാൻ തുടങ്ങി. അവളുടെ ഉള്ളിലെ സകല വിഷമങ്ങളും വ്യസനങ്ങളും ആ കണ്ണീരിലൂടെ ഒഴുകിപ്പോയി. അവനും അവന്റെ ഉള്ളിൽ കിടന്ന് നീറിക്കൊണ്ടിരുന്ന കനൽ എടുത്ത് പുറത്തു കളയാൻ സാധിച്ചതിന്റെ ഒരു ആശ്വാസം. ഏറെ നേരത്തെ ആലിംഗനത്തിനൊടുവിൽ അവരിരുവരും അകഞ്ഞു മാറി. എങ്കിലും ഇരുവരുടെയും നോട്ടം പരസ്പരം കണ്ണുകൾ കുരുങ്ങിയിരുന്നു. അവൻ അവളുടെ മിഴികളിൽ തന്നെ നോട്ടം മുങ്ങി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ അവൻ കണ്ടത് അവൻ അന്ന് കണ്ട ആ +1 കാരിയുടെ അതേ പ്രണയം. അവൻ തള്ളവിരൽ കൊണ്ട് അവളുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ തുടച്ചു മാറ്റി. എന്നാലും അതപ്പോഴും അണമുറിയാതെ ഒഴുകുന്നുണ്ടായിരുന്നു. I love you, Kaushi. I love you more than anything. Why are you crying? Because I'm happy. അത് കേട്ടവൻ ചെറുതായി പുഞ്ചിരിച്ചു. അവന്റെ വിരലുകൾ അവളുടെ കവളിൽ നിന്ന് നേരെ അവളുടെ ചുണ്ടുകളിലേക്ക് പോകും. ഈ വിരലുകൾ കൊണ്ട് തലോടുന്നതിനേക്കാൾ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് തലോടിയിരുന്നെങ്കിൽ ഞാൻ അതിലും ഹാപ്പി ആയിരുന്നു. അവളുടെ കള്ളച്ചിരിയോടെ പറഞ്ഞു. അവളുടെ അനുവാദത്തിന് അവൻ കാത്തിരുന്നത് പോലെ ഉടനെ അവനതനുസരിച്ചു.
അവൻ്റെ ചുണ്ടുകൾ അവളുടെ മേൽ അമർന്നതും പെട്ടെന്ന് അവൾ അവനെ ചേർത്ത് പിടിച്ചു. ഇനി ആരും അവളിൽ നിന്ന് അവനെ അടർത്തി മാറ്റാതിരിക്കാൻ. சேர்ந்திடும்